السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാധ്യമാകുന്ന തരത്തിൽ പാലിക്കണമെന്ന് ഉപദേശിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് ഗുണകാംക്ഷയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ ഗുണകാംക്ഷയിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഭീഷണികൾ ഏറെയുണ്ടായിട്ടും അവരുടെ പ്രബോധനം നിർത്താതെ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റു നിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ, വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ, ഫലഹു അശ്റു അംസാലിഹ, അവന് ഒരു നന്മയ്ക്ക് 10 നന്മ പ്രതിഫലമുണ്ട്. വമൻ ജാഅ ബിസ്സയ്യിഅത്തി, ഒരു തിന്മയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഫലാ യുജ്സ ഇല്ലാ മിസ്ലഹ, ആ ഒരു തിന്മക്ക് തുല്യമായ ശിക്ഷയല്ലാതെ അവന് നൽകപ്പെടുകയില്ല, അവനോട് ഒട്ടും അക്രമം കാണിക്കപ്പെടുകയുമില്ല. അപ്പോൾ സമൂഹത്തിന് ഒരു നന്മക്ക് 10 നന്മ പ്രതിഫലം കിട്ടണമെന്നും ഈ പ്രബോധകർക്കും ഈ പ്രബോധകരുടെ പിന്നിൽ നിൽക്കുന്ന സംഘടനയ്ക്കും അതേപോലെ നന്മ കിട്ടണമെന്നും വിചാരിച്ചിട്ടാണ് ഈ ദൗത്യം മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തത്. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചു പോകുന്നവർക്ക് മാത്രമാണ് ഒരു നന്മക്ക് ചുരുങ്ങിയത് 10 നന്മ പ്രതിഫലം കിട്ടുക. അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ നന്മയും നിഷ്ഫലമായി പോകും എന്ന് കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ താല്പര്യമാണ് അള്ളാഹുവെ മാത്രം ആരാധിക്കുക എന്നതുപോലെ തന്നെ ആരാധനയുടെ മജ്ജയായ പ്രാർത്ഥനയും അള്ളാഹുവിന് മാത്രം നൽകുക, നേർച്ചകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക, ഇതൊക്കെ തൗഹീദിൻ്റെ താല്പര്യമാണ്. അത് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു നന്മയ്ക്ക് 10 നന്മ പ്രതിഫലം കിട്ടുകയുള്ളൂ എന്നതുകൊണ്ട് സമൂഹം എത്രമാത്രം എതിർപ്പുകൾ പ്രബോധകരുടെ നേരെ പ്രകടിപ്പിച്ചാലും അവർ ഈ സത്യത്തിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല. ഈ ആദർശമാണ് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പിൻഫലത്തിൽ സമൂഹത്തോട് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല പ്രതിസന്ധികളിലൂടെയും നാം മുന്നോട്ട് പോയി. 2002 സമ്മേളനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഷയമായിരുന്നു. എല്ലാവരും ഉറ്റുനോക്കുകയാണ് എറണാകുളത്തെ സമ്മേളനം എന്താകും എന്ന്. കാരണം ഞങ്ങളാണ് 85% എന്ന് പറഞ്ഞുകൊണ്ട് മാറിയുന്ന ഒരു വിഭാഗം. അവരുടെ ഈ പ്രചാരണത്തിന് മുമ്പിൽ ഈ 15% എത്രയുണ്ട് എന്നറിയാൻ ആളുകൾ കാതോർത്ത് കണ്ണോർത്ത് നിൽക്കുകയായിരുന്നു.
അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി ഈ സംഘടനയുടെ പിന്നിലാണ് മുജാഹിദുകൾ എന്ന്. പിന്നീട് 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ കടപ്പുറത്ത് ഒറ്റ ദിവസത്തെ ചെറിയ ഒരു പരസ്യത്തിൻ്റെ പേരിൽ ഒരു സമ്മേളനം നടത്തി. അത് അതിനേക്കാൾ വലിയൊരു സമ്മേളനമായിരുന്നു. പിന്നെ ചങ്ങരംകുളത്ത് നടത്തി, അതും വലിയ സമ്മേളനമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു സമ്മേളനം നാം നടത്താൻ പോകുന്നത്. അത് കഴിഞ്ഞ സമ്മേളനങ്ങളുടെ അത്ര സുഖകരമല്ല എന്നത് നമുക്കറിയാം. കാരണം ഈ സംഘടനയുള്ള ആളുകളോട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെ അത് വിശദീകരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഞാൻ അതിലേക്ക് അല്പമൊന്ന് കടക്കാം. എനിക്ക് ഈ നാട്ടിലെ ഇരുവേറ്റിയിലെ ജനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഈ ചോദ്യമാകട്ടെ 2011 നവംബറിൽ മക്കയിലെ ഇസ്ലാഹി സെൻറ്ററിൽ വെച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സക്കരിയ സലാഹിയോട് ചോദിച്ചതാണ്. 10 കൊല്ലം മുമ്പുള്ള അവസ്ഥയായിരുന്നു നമുക്കെങ്കിൽ ജിന്നിനെക്കുറിച്ച് ഇങ്ങനെയൊരു ചർച്ചയില്ലാത്ത, ജിന്നിനെ അടിച്ചിറക്കുന്ന ഒരു സംഗതി ചിന്തിച്ചിട്ടില്ലാത്ത, ചുടുവെള്ളം ചിന്തുമ്പോഴും വാതിലടക്കുമ്പോഴും മേശവലിപ്പടക്കുമ്പോഴും ജിന്നിനെ പേടിക്കണം, ജിന്നിനെ പരുക്ക് പറ്റും എന്ന ഒരു ചിന്തയില്ലാത്ത ആ കാലമുണ്ടായിരുന്നല്ലോ. അതായിരുന്നു ഇപ്പോഴുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടാവുമായിരുന്നോ? ഈ ജിന്ന് ചർച്ച കൊണ്ട് നമുക്ക് നേട്ടമോ കോട്ടമോ ഉണ്ടായത്? 99-ലും 2000-ലും ഒന്നും നമുക്ക് ഈ പ്രശ്നമില്ലല്ലോ. ഇല്ല. അതിന് വ്യക്തമായൊരു ഉത്തരം ആർക്കും തരാൻ കഴിയുന്നില്ല. ഈ ജിന്ന് ചർച്ച കൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് നേട്ടമുണ്ടായി. എത്ര പണം പോകുന്നു, എത്ര ഊർജം പോകുന്നു. തൗഹീദിനെക്കുറിച്ച് സംസാരിക്കേണ്ട നമ്മുടെ സമയവും അധ്വാനവും പണവുമൊക്കെ ഈ ഒരു ജിന്ന് വിഷയത്തിൽ പോകുന്നു. ഇപ്പോൾ ഈ ചർച്ച കേട്ടാൽ തോന്നുക, യാ ഇബാദല്ലാഹ് അഈനൂനി എന്നൊരു വിഷയത്തോടു കൂടിയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങിയത് എന്നാണ് പലരുടെ പ്രസംഗം കേട്ടാലും തോന്നുക. പ്രശ്നം അങ്ങനെയല്ല. ഇത് 5-8 കൊല്ലം മുമ്പ് 2002 മുതൽക്ക് ഇങ്ങനെ തുടങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പ്രശ്നം എന്താ? 6-7 കൊല്ലമായി നമ്മൾ സുന്നി വിഭാഗത്തിനും മടവൂർ വിഭാഗത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരുടെ കാസറ്റുകൾ, ക്ലിപ്പിങ്ങുകളാണ് നമുക്ക് അതിൽ പ്രശ്നമായത്? അബ്ദുറഹ്മാൻ സലഫിയുടെയോ അഹമ്മദ് അനസ് മൗലവിയുടെയോ ക്ലിപ്പിങ്ങൾ ഇട്ടുകൊണ്ടല്ല അവർ നമ്മെ ആക്രമിച്ചിരുന്നത്. അത് ഈ ഇടക്ക് കാലത്ത് മാത്രമാണ് ഉണ്ടായത്. നമ്മുടെ ആളുകൾ അത് ഇടുകയാണ്. അപ്പോൾ അന്ന് എന്തൊക്കെയാണ് നമ്മുടെ വാദം? നമ്മുടെ വാദം വെച്ചാൽ പ്രസ്ഥാനത്തിൻ്റെ വാദമല്ല, ചില ആളുകൾ രംഗത്ത് വന്നു. ജിന്ന് നമ്മുടെ റൂമിലൊക്കെ ഉണ്ടാവുന്നതിനാൽ, നമ്മുടെ കിടപ്പറയിൽ ഉണ്ടാവുന്നതിനാൽ വാതിലടക്കുമ്പോൾ, ശക്തിയായി അടക്കുമ്പോൾ കരുതണം, അതിന് പരുക്ക് പറ്റും. മേശവലിപ്പ് അടക്കുമ്പോഴും കരുതണം, ചുടുവെള്ളം ചിന്തുമ്പോഴും കരുതണം, അതിൻ്റെ മേലാവും ജിന്നിന്. ഇങ്ങനെ ഈ വാദം പറയുകയും അത് കാസറ്റിൽ വരികയും ചെയ്തപ്പോൾ ആണ് പ്രശ്നമുണ്ടായത്. അത് പറഞ്ഞ ശംസുദ്ദീനെ ഞാൻ കോഴിക്കോട്ടെ പ്രീമിയർ പ്രസ്സിലെ ഒരു മുറിയിലേക്ക് വിളിച്ചു. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ വാദങ്ങൾ! അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തൊരു ഭാരം, നിർവഹിക്കാൻ കഴിയാത്തൊരു പണി അവരെ ഏൽപ്പിക്കുകയില്ല. ജിന്നിനെ കാണാനുള്ള ശക്തി നമുക്ക് അല്ലാഹു തന്നിട്ടില്ല. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വസ്തുവിൻ്റെ സംരക്ഷണ ബാധ്യത അള്ളാഹു നമുക്ക് തന്നു എന്ന് നമ്മൾ വാദിക്കുമ്പോൾ അത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന അള്ളാഹുവിൻ്റെ സുന്നത്തിനെതിരാണ്. പിന്നെ ജിന്നിന് ചുടുവെള്ളം ചിന്തുമ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? തീ കൊണ്ടുണ്ടാക്കിയ ജിന്നിന്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നിന് ചുടുവെള്ളം കൊണ്ട് പൊള്ളുമോ? പച്ചവെള്ളം ഐസ് കൊണ്ട് ചൂടാവുമെന്ന് പറഞ്ഞ മാതിരിയിലുള്ള വിഡിത്തല്ലത്. ജിന്നിനെ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടല്ലേ, അഗ്നി കൊണ്ടല്ലേ. അവനെങ്ങനെ നമ്മുടെ ചുടുവെള്ളം കൊണ്ട് പൊള്ളും?
അപ്പോൾ യാതൊരു തരത്തിലുള്ള യുക്തിയോ പ്രമാണമോ ഇല്ലാത്തൊരു വാദം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ജിന്നിന് നമ്മളെ കാണാൻ കഴിയല്ലോ, ഇഷ്ടനങ്ങ് മാറിയാൽ പോരെ. അങ്ങനെ പിന്നീട് ആ കാസറ്റ് പിൻവലിച്ചു. സന്തോഷം. അത് ഐസമിൻ്റെ ബാനറിലായിരുന്നു പെരിന്തൽമണ്ണ ശാഖ. ഉത്തരവാദപ്പെട്ടവർ തന്നെ അത് പിൻവലിച്ചു. അങ്ങനെ വളർന്ന് വന്ന് പലതരത്തിലുള്ള വാദങ്ങൾ. അപ്പോൾ ഭൗതികമായ ഒരു സൃഷ്ടിയുടെ സഹായം ഭൗതികമാവോ, അത് ശിർക്കാവില്ല. ഇപ്പോൾ രാമ ഒരു തേങ്ങ വലിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അത് ഭൗതികമാണ്. ആ സഹായം ഭൗതികമാണ്, തേങ്ങവലി ഭൗതികമാണ്. രാമൻ നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ്. ഇതേപോലെ മാത്രമേ ഉള്ളൂ എന്നല്ല ഇതിൻ്റെ വാദം. അതങ്ങനെ മൂത്ത് ഒരു പുതിയ തത്വമാണ്. ഫിസിക്സ് അധ്യാപകന്മാർ വരെ ഈ വാദത്തിലുണ്ട്. ഏതിൽ? ഭൗതികം എന്ന വാദത്തിൽ. പല സ്ഥലത്തും ക്ലാസ് നടക്കുന്നതിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഭൗതികവാദം പഠിപ്പിക്കുന്ന അധ്യാപകർ. ഇതിലൊക്കെയുള്ള അപകടം എന്താണെന്നറിയാമോ? ജിന്ന് ഭൗതികമാണെങ്കിൽ, ജിന്നിൻ്റെ സഹായം ഭൗതികമാണെങ്കിൽ, ജിന്നിൻ്റെ അക്രമവും ഭൗതികമാണ്. മനസ്സിലാക്കണം. ജിന്ന് സഹായിക്കുന്നത് ഒരു ഭൗതിക സഹായമാണെങ്കിൽ, ജിന്ന് ആക്രമിക്കുന്നതോ അതും ഭൗതികമാണ് ആവണമല്ലോ. നമ്മുടെ 18കാരിയായ പെൺകുട്ടിയെ ഒരു ജിന്ന് തട്ടിക്കൊണ്ടുപോയി. സങ്കല്പിക്കുക, അതെന്താണ് ആ തട്ടിക്കൊണ്ടുപോകൽ? ഭൗതികമല്ലേ? തട്ടിക്കൊണ്ടുപോയിട്ടില്ല, കാണുന്നില്ല എന്ന് വിചാരിക്കുക. 4 ദിവസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കണ്ടു. നീ എവിടെയായിരുന്നെടി? എന്നെ ഒരു ജിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ജിന്ന് ഭൗതികമെന്ന് വാദിക്കുമ്പോൾ. പിന്നീട് കുട്ടി ഗർഭിണിയായി എന്ന് വിചാരിക്കുക. മനുഷ്യരാരുമല്ല അതിന് ഉത്തരവാദി, ജിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു DNA ടെസ്റ്റ് നടത്തിയിട്ട് ഇത് ജിന്നിൻ്റേതാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ രീതിയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം പോകുന്നു എന്ന് വെച്ചാൽ എന്തൊരപകടമാണ്. അപ്പോൾ ജിന്നിൻ്റെ സഹായം ഒരിക്കലും ഭൗതികമല്ല, അഭൗതികമാണ്. അതിനോട് സഹായം തേടരുത് എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഇത് ദുർബലവും തെളിവിന് കൊള്ളാത്തതുമായ ഹദീസാണെന്ന് ഇതിൻ്റെ വക്താക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്തിന് അതങ്ങ് തള്ളിയാൽ പോരെ? ഒരു ചോദ്യം ഞാൻ ചോദിച്ചു ഇതിൻ്റെ ആളുകളോട്, നേർക്ക് നേരം. ഒക്കെ മക്കയിൽ നിന്ന് കുറേ സമയം ഉണ്ടായിരുന്നു. യാഴ്ബാദല്ല ആയിനോനി എന്നൊരുത്തം വിളിച്ചില്ല. ആ സമയം കൂടി അള്ളാഹുവെ രക്ഷിക്കണമെന്ന് വിളിച്ചു. എന്താ പ്രശ്നം? അതങ്ങ് കളഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ വിജനപ്രദേശത്താവുമ്പോൾ ഇവർക്ക് ഭൗതികമായ കഴിവുണ്ടെന്നും ആൾക്കാർ കൂടുമ്പോൾ കഴിവില്ലാന്നും വരുമല്ലേ? അതായത് വിജനപ്രദേശത്തേക്ക് മാത്രം. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ വളരെ വിശദമായി ഇതിൻ്റെ തുടക്കം എങ്ങനെ, വളർച്ച എങ്ങനെ എന്ന് വിചിന്തനത്തിൽ ലേഖനം വന്നിട്ടുണ്ട്. ഞാനും MPA ഖാദർ കരുവമ്പോയിലും എഴുതിയത്. ഇന്നലെ 4 മണിക്കൂർ നേരം പ്രസംഗമുണ്ടായിട്ടും അതിനെക്കുറിച്ച് കാര്യമായ ഒന്നും പറഞ്ഞില്ല. ഒരൊറ്റ കാര്യം മാത്രം. അതിൽ ജിന്നിനോട് സഹായം തേടാം എന്ന് ഇസ്ലാഹിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്ന് ഞാൻ എഴുതിയെന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു എന്നതിന് തെളിയിക്കാം. 2007 ഏപ്രിലിലെ അൽ-ഇസ്ലാം മാത്രം വായിച്ചവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. 2009 മാർച്ചിലെ അൽ-ഇസ്ലാമിലൂടെ നോക്കണം. അതിവിടെ ഉണ്ട്, അതിൻ്റെ ഉദ്ധരണി ഞാൻ വായിക്കും. ഇപ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ഹുക്കുമിൻ്റെ ചർച്ചയാണ് എന്ന വിധി. ഷിർക്കല്ല എന്ന് പറഞ്ഞത് ഹറാമാണ് എന്നതിൻ്റെ അർത്ഥത്തിലാണ്. ഷിർക്ക് എന്നൊരു ഹുക്കുമുണ്ടോ? തൗഹീദ് എന്നൊരു ഹുക്കുമുണ്ടോ? ഇല്ലല്ലോ. ഷിർക്കാണെങ്കിൽ അത് പിന്നെ വേറെ ഹുക്കുമിൻ്റെ ചർച്ചയില്ല, അത് നേരെ ഹറാമിലേക്കാണ് വരിക. ഫർള്, അതായത് വാജിബ്, സുന്നത്ത്, ജായിസ്, കറാഹത്ത്,
ഹറാം, ഇങ്ങനെ 5 ഹുക്കുമുകളല്ലേ ഉള്ളത്. പിന്നെ എന്തൊരു സാങ്കേതിക ചർച്ച അവിടെ. ഷിർക്കാണെങ്കിൽ, ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ അത് ഹറാമാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ്. ഷിർക്കാണെങ്കിലോ ഏതാ? ഷിർക്കല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞത് സക്രിയ സലായി അടക്കം അബ്ദുൽ ജബ്ബാർ മൗലവി ഒക്കെ പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് അവർ പറയാറ്. പക്ഷെ ജബ്ബാർ മൗലവിക്ക് അങ്ങനെയല്ല കേട്ടോ, അത് അനുവദനീയം തന്നെ വാദമുണ്ട്. പോകട്ടെ. സക്രിയ സലായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അതൊരു ഹുക്കുമ് ചർച്ചയാണ്. അപ്പോൾ ഷിർക്കല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനർത്ഥം അവരുദ്ദേശിച്ചത് ഹറാമാണെന്നാണ്. ഷിർക്കാണെങ്കിൽ അത് ഏതിലാണ് വരിക? ഷിർക്കാൽ അത് ഹറാം തന്നെയല്ലേ. ഏതൊക്കെയാണ് ഹറാമിൽ വരിക? ഷിർക്ക് ഹറാം, ബിദഅത്ത് ഹറാം, കളവ് പറയൽ ഹറാം, വ്യഭിചാരം ഹറാം. എല്ലാ തെറ്റും, ഷിർക്കല്ലാത്ത എല്ലാ തെറ്റും ഹറാമിൽ വരും. അല്ല, ഷിർക്കും വരും സാധാരണഗതിയിൽ. ആ ഷിർക്ക് അള്ളാഹ് പുറത്തിറണമെങ്കിൽ അത് വിശ്വാസം തന്നെ മാറണം. ബാക്കിയുള്ളതൊക്കെ അള്ളാഹ് പുറത്തിരും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഹറാമിൽ ഷിർക്കും ബിദ്അത്തും പരദൂഷണവും പൂഴ്ത്തിവെപ്പും ഒക്കെ ഹറാമിലാണ് വരിക, ഹുക്കുമിൽ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വെറുതെ ഒരു ചർച്ച വാസ്തവത്തിൽ ആവശ്യമില്ല. പിന്നെ ജിന്നിൻ്റെ സഹായം ഭൗതികമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹറാം എന്ന് പറയുക? സക്രിയ സലായി പറയുന്നുണ്ടല്ലോ, ഹറാം ആണ് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന്. ഇത് ഭൗതികമാണെങ്കിൽ എങ്ങനെ ഹറാമാവും? ഒരാളോട് നേരത്തെ പറഞ്ഞതുപോലെ രാമ ഒരു തേങ്ങ വലിച്ചു തരൂ, അത് ഹറാമാവോ? ആവില്ലല്ലോ. അവന് കൊടുത്ത ഭൗതികമായൊരു കഴിവാണ്. ഇതേ മാതിരിയുള്ളൊരു ഭൗതികമായ കഴിവാണ് ജിന്നിന് എന്ന് നമ്മൾ വാദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അത് ഹറാമാവുക? ഹലാലല്ലേ ആവുള്ളൂ. രാമ തേങ്ങ വലിച്ചു തരിക എന്ന് പറയുന്നത് നമ്മളോട് ഹറാമാവുന്നില്ല, ഷിർക്കും ആവുന്നില്ലല്ലോ. എങ്ങനെയാവുക? അപ്പോൾ വ്യത്യസ്ത തട്ടുകളിലാണ് ഇവർ നിൽക്കുന്നത്. നമ്മളോട് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരം. ഇനിയൊരു ചോദ്യം കൂടി നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ചോദ്യം എവിടെ ചോദിച്ചാന്നുള്ളത് പിന്നെ പറയാം. ചോദ്യം കേൾക്ക്. ജിന്നിനോട് സഹായം തേടൽ വിജനപ്രദേശത്ത് വെച്ച് അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും സഹായിക്കും എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ഷിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന ആണോ അല്ലേ? എന്താ നമ്മുടെ ഉത്തരം? മലക്കുകളെ, ജിന്നുകളെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാകുന്ന പ്രാർത്ഥനയാണോ അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ചു വച്ചത് അങ്ങനെ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്, അതിനാൽ തന്നെ അത് ഷിർക്കുമാണ്. ഇത് മൂവാറ്റുപുഴയിൽ 2012 ജൂൺ 24 സുന്നി പക്ഷം ചോദിച്ചതാണ്. അതിന് ഹനീഫ് കായക്കൊട്ടി മറുപടി പറഞ്ഞു, അത് ഷിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദുകൾക്കിടയിൽ സുന്നികൾ ചോദിച്ച ചോദ്യമാണ്. ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ, സഹായം തേടാമോ? ഹനീഫ് കായക്കൊടി അത് ഷിർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇതിനെക്കുറിച്ച് സക്കരിയ സലായി പറഞ്ഞ വാചകം മൂവാറ്റുപുഴയിൽ വെച്ച് 2012 ജൂൺ 24 നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ 8 ചോദ്യവും ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ഷിർക്കാണെന്ന് പറഞ്ഞ ഹനീഫ് കായക്കൊടിക്ക് പിന്നീട് ഷൗക്കാനി പറഞ്ഞതും വാഹനം നഷ്ടപ്പെട്ടപ്പോൾ ഇമാം നവവി യാ ഇബാദല്ലാഹി എന്ന് പറഞ്ഞതും ഷിർക്കാണെന്ന് പറയേണ്ടി വന്നു. അത് ഷിർക്കാണെന്ന് ഉറപ്പിച്ചു പറയണമെന്ന പുതിയ തീരുമാനത്തിൻ്റെ പേരിൽ മൂവാറ്റുപുഴ സംവാദത്തിൽ
എന്തെങ്കിലും മിച്ചം നമുക്ക് കിട്ടിയതായി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഷിർക്കാണ് എന്ന് പറയാൻ പാടില്ലായിരുന്നു. ഇനി മറിച്ചാണ് മറുപടി വിചാരിക്കുക, നേട്ടം ഉണ്ടാവുമോ? ആശനിമാർ ചോദിക്കുക, ജിന്നെ സഹായിക്കണേ മലക്കെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അത് ഷിർക്കാണോ? അല്ലേ, ഷിർക്കല്ല എന്നാണ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇതുവരെ ഉള്ള കാസറ്റ് വിപ്ലവത്തിൽ ഒരു വലിയ വിപ്ലവം കൂടി ഉണ്ടാവും. അതിൻ്റെ തെളിവല്ലേ ഇസ്ലായിൽ ആ മാസികയിൽ എഴുതിയ ആ വരി കൊണ്ട് തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടായില്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തെളിവിന് കൊള്ളില്ല എന്ന് പറഞ്ഞ ഹദീസ്, ദുർബലമാണ് എന്ന ഹദീസ് ഒക്കെ ആയിട്ടും അതുകൊണ്ട് അമൽ ചെയ്തവരെ സംരക്ഷിക്കണം എന്നൊരു ബാധ്യത നമുക്കില്ല, ഉണ്ട് എന്നാണ് സക്രിയ സലാഹി പറയുന്നത്. അതിൻ്റെ അർത്ഥം അവരൊക്കെ ഷിർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയലല്ല. നമ്മുടെ വിശ്വാസപ്രകാരം ഒരു കാര്യം ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, ഹറാമാണെന്ന് തോന്നിയാൽ ഹറാമാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ മുൻപ് ആരെല്ലാം ചെയ്തോ ജനകോടികൾ ചെയ്തോ ഓരെയൊക്കെ നമ്മൾ മുശ്രിക്കാക്കി എന്നല്ല. നമുക്ക് നമ്മുടെ ആശയം തുറന്ന് പറയുക എന്നത് മാത്രമാണ് ഇതിലുണ്ടായത്. അപ്പോൾ സത്യത്തിൽ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സക്കരിയ സലാഹി വാദിക്കുന്നത് ജിന്നിനോട് സഹായം തേടിയാൽ അത് ഷിർക്കാണ് എന്നാണ് കത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത്. അതിൻ്റെ നേരെ അപ്പുറത്ത് മറ്റൊരു ഭാഗത്ത്, അതായത് ടി.പി. അബ്ദുല്ല കോയ മദനിക്കും എ.പി. അബ്ദുൽ ഖാദർ മൗലവിക്കും KJU സെക്രട്ടറി M. മുഹമ്മദ് മദനിക്കുമൊക്കെ അദ്ദേഹം കൊടുത്ത ഒരു കത്തുണ്ട്. ആ കത്ത് മുജാഹിദ് സെൻറ്ററിൽ വന്ന് ഒരു കോപ്പി എനിക്കും തന്നു. അതിലാദ്യം പറയുന്നുണ്ട്, കാണാം, ഏത് ജിന്നിനോട് സഹായം തേടാൻ പാടില്ല, ഞാൻ അൽ ഇസ്രായേൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഒക്കെ. അതേ സക്രിയ സലാഹിയാണ് ജിന്നിനോട് സഹായം തേടൽ ഷിർക്കാണ് എന്ന് പറഞ്ഞ അനീഫ് കായക്കൊടിയെ വിമർശിക്കുന്നത്. അങ്ങനെ പറയരുതായിരുന്നു. അപ്പോൾ എന്താണത്? കൃത്യമായൊരു കാഴ്ചപ്പാടില്ല എന്നർത്ഥം. എന്നാൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദം എന്താ? അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദത്തെ ഇതുവരെ സക്കരിയ സലാഹി തള്ളി പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ വാതിലടക്കുന്നതൊക്കെ സൂക്ഷിക്കണം, വെള്ളം ചിന്തുമ്പോൾ സൂക്ഷിക്കണം, മേശവലിപ്പടക്കുമ്പോൾ കരുതണം എന്നൊക്കെ പറഞ്ഞ ആ അബദ്ധവാദത്തെ ഇന്ന് വരെ അൽ ഇസ്ലാഹിൽ ഖണ്ഡിച്ചിട്ടില്ല. അതിൽ ഏക മറുപടി വന്ന വിചിന്തനത്തിലാണ്, നേരത്തെ പറഞ്ഞ അതേ മറുപടി. അപ്പോൾ ഇതിനോടെന്താണ് ഒന്ന് തുറന്ന് എതിർക്കാത്തത്? തെറ്റാണെങ്കിൽ എതിർത്തിട്ടില്ല. അപ്പോൾ ഇപ്പം ചോദിക്കുന്നത് നേരത്തെ ഇന്നലെ അങ്ങനെ ഒരാൾ ചോദിച്ചു എന്ന് കേട്ടു. എങ്ങനെയാണെന്നറിയോ? എങ്ങനെ 2000 ഇതിൽ ഉണ്ടല്ലോ അൽ ഇസ്ലാഹിൽ അങ്ങനെ ഒരു വാദം, ഏത് ജിന്നിനോട് സഹായം തേടാമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, 2007 ഏപ്രിലിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. എന്തെന്ന്? ജിന്നിനോട് തേടിയാൽ അത് ഭൗതികമാണ്, അതിൽ ഷിർക്കില്ല, പ്രാർത്ഥനയുമില്ല എന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ 2009 മാർച്ചിൽ ഇദ്ദേഹം അബ്ദുസലാം സുല്ലമിക്ക് ഒരു ഖണ്ഡനം എഴുതി. അപ്പോൾ ഷിർക്കല്ല എന്ന് പറഞ്ഞപ്പോൾ ഹറാമാണെന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി സമ്മതിച്ചല്ലോ. അതിനുള്ള മറുപടിയാണ് ഞാൻ വായിക്കുന്നത്. അതിൽ മനസ്സിലാക്കുക എവിടെ നിൽക്കുന്നു. ജിന്നിനോട് സഹായം തേടൽ ഷിർക്കല്ല, ഹറാമാണ് എന്ന് അപ്പോഴേക്കും ഇതിയാൻ വെണ്ടക്ക നിരത്തി. ഇതിയാൻ എന്ന് വെച്ചാൽ അബ്ദുസലാം സുല്ലമി. ജിന്നിനോട് സഹായം തേടൽ ഷിർക്കല്ല, ഹറാമാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതിയാൻ വെണ്ടക്ക നിരത്തി. ഇയാൾക്ക് എവിടെ നിന്നും കിട്ടി ഈ മറുപടിയിൽ നിന്ന് അത് ഹറാമായി അംഗീകരിച്ചതായി? വെറുതെ എന്തെങ്കിലും പറയലാണോ മര്യാദ? 2009 മാർച്ച് ഇസ്ലാം മാസിക. അപ്പോൾ ഹറാമാണ് എന്ന് ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഇനി എവിടുക്കാ പോകേണ്ടത്? അത് ഷിർക്കാണെന്ന് ഏതായാലും അയാൾക്ക് വാദമില്ല. അപ്പോൾ ഫർളാണെന്ന് അതും വാദം ഉണ്ടാവില്ലല്ലോ. പിന്നെന്താണ്? ഹലാലാണ്, അനുവദനീയമാണ് എന്ന് തന്നെ. ഹലാലാണ് എന്ന് തന്നെ. അതെങ്ങനെയെന്ന് വെച്ചാൽ 2011 ഡിസംബർ 26 ജാമിയ സലഫിയയിൽ ഒരു ദൗറയുണ്ടായിരുന്നു. മുഹമ്മദ് മദനിയുണ്ട്, അഹമ്മദ് അലി മദനിയുണ്ട്, പറപ്പൂരുണ്ട്, അബൂബക്കർ സലഫിയുണ്ട്, പിന്നെ ഷാഫി സലാഹിയുണ്ട്,
പിന്നെ മുനീർ മദനിയുണ്ട്, ഹനീഫ് കായക്കൊടിയുണ്ട്, ഒക്കെ. അതെന്തിനാണ് വിളിച്ചു ചേർത്തതെന്നറിയോ? ഇത് ഷിർക്കാണ്, ജിന്നോട് സഹായം തേടൽ ഷിർക്കാണ് എന്ന് ഒപ്പിട്ടിരുന്നു സക്രിയ സലായി ഒക്കെ കുറച്ച്. അതിൻ്റെ നോട്ടീസ് ആ ഒപ്പിട്ട് പുറത്തിറങ്ങിയപ്പോൾ KJU സെക്രട്ടറിക്ക് ഇദ്ദേഹം കത്തെഴുതി, ജിന്നിനോട് സഹായം തേടൽ ഷിർക്കാണ് എന്നതിൽ എനിക്ക് ചില വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അത് അവതരിപ്പിക്കാൻ KJUവിൻ്റെ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം. കത്ത് കൊടുത്തു മദനിക്ക്, മുഹമ്മദ് മദനിക്ക്. അദ്ദേഹം മറുപടി കൊടുത്തു, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ KJU ഒരു ദൗറ സംഘടിപ്പിക്കാറുണ്ട്. അത് KJUവിൽ അംഗങ്ങളല്ലാത്തവരുമുണ്ടാവും, എഴുത്തുകാരുണ്ടാവും, പിന്നെ ഖണ്ഡന പ്രസംഗകരുണ്ടാവും. ആ ദൗറയിൽ നിങ്ങൾ അവതരിപ്പിച്ചോളൂ. അങ്ങനെ ജിന്നിൻ്റെ വിഷയം, അതിനോട് സഹായം തേടൽ, അതിൻ്റെ ആ വ്യത്യസ്ത അഭിപ്രായം കേൾക്കാൻ വേണ്ടി മാത്രം, ജബ്ബാർ മൗലവിക്ക് വേണ്ടി മാത്രം ഒരു യോഗം വെച്ചു 2011 ജനുവരി 26. അന്ന് അദ്ദേഹം പറഞ്ഞത് ജിന്ന് ഒരു ഭൗതിക സൃഷ്ടിയാണ്, അതിൻ്റെ സഹായവും ഭൗതികമാണ്. അതിനാൽ അതിനോട് തേടുന്നത് പ്രാർത്ഥനയില്ല, സഹായം ആവശ്യപ്പെടുന്നതിൽ പ്രാർത്ഥനയില്ല. അതിനാൽ അത് ഷിർക്കുമല്ല. അങ്ങനെ ഒരു 1.25 മണിക്കൂറോളം ഈ വിഷയം വളരെ വിശദമായി അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ അവതരിപ്പിച്ചു. എല്ലാവരും കേട്ടു നിന്നു. ഇനി സംശയം വല്ലവർക്കും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ഞാൻ മറുപടി പറയാം. ആദ്യം ഞാൻ എഴുന്നേറ്റു. മൗലവി സാഹിബ് ഇപ്പോൾ പറയുന്നത് ഒരു കാര്യം അയാൾ സമ്മതിച്ചിട്ടുണ്ട്, എൻ്റെ ഈ എഴുത്തുകൊണ്ട് നമ്മുടെ പ്രബോധന രംഗം തടസ്സപ്പെട്ടു എന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണല്ലോ, ഇതുകൊണ്ട് നമ്മുടെ പ്രബോധന രംഗത്ത് കോട്ടമാണ് ഉണ്ടായത്, യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല, തടസ്സമാണ്. അപ്പോൾ അത് നേർക്ക് നേരെ പിൻവലിക്കലാണ്, പച്ച മലയാളത്തിൽ തിരുത്തലാണ് നല്ലത്. കാരണം ഭൗതികമാണ് ജിന്ന് എന്ന് വെച്ചാൽ ആ ഭൗതികത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വരും. ഉദാഹരണത്തിന് ഇത് ചോദിച്ചതാണ്, പാപികളെ മരണവേളയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. യളിരിബൂന വുജൂഹവും വ അദ്ബാറഹും, മലക്കുകൾ അവരുടെ കവിളിലും പുറത്തുമടിക്കും. ഇത് മലക്കുകൾക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടല്ല മൗലവി അടിക്കുന്നത്. അപ്പോൾ ഒരു സുന്നി നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഈ ഭൗതികമാണ് ജിന്നിൻ്റെ സഹായം, അപ്പോൾ ഭൗതികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതിനോടും ചോദിക്കാം എന്ന് പറഞ്ഞാൽ മലക്കുകളോട് തല്ലല്ല മലക്ക് എന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം. സത്യവിശ്വാസികളോട് മലക്ക് പറയുന്നത്, നേരത്തെ പറഞ്ഞത് പാപികളോടാണ്. നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്, നിങ്ങളുടെ മിത്രങ്ങളാണ്, സഹായികളാണ്. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും പരലോകത്തും നിങ്ങളുടെ സഹായികളാണ്. മരണവേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു എന്നും കാണാം. അപ്പോൾ മലക്കെ എന്നെ സഹായിക്കണമേ എന്ന് നല്ല മലക്കിനോടും സഹായം തേടിക്കൂടെ? അത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടല്ലേ മലക്കൾ ചെയ്യുന്നത്? എന്തിത്യാദി എന്തെല്ലാം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതിന് പിന്നെ വിശദീകരണം. എന്തിനാണ് ഊർജം കളയുന്നത്? ഇതങ്ങോട്ട് തിരുത്തിക്കൂടെ? ഞാനതിന് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ ചോദിച്ചു, തിരിച്ചൊരു ചോദ്യം മുനീർ മദനി ചോദിച്ചു, ഹനീഫ് കായക്കൊടി ചോദിച്ചു. ഒരു വിളിയിൽ പ്രാർത്ഥനയും ഷിർക്കുമില്ലെങ്കിൽ അത് ചോദിച്ചുകൂടെ? സാധാരണ ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ് വിചാരിക്കുക? ഒരു വിളിയിൽ പ്രാർത്ഥനയില്ല, ഷിർക്കുമില്ല, ഒരു ഗ്ലാസ് വെള്ളം തരൂ, ഒരു ചോദ്യമാണ്. അതിൽ പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. ഷിർക്കുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഗ്ലാസ് വെള്ളം തരൂ എന്ന് പറയാം. അതേപോലെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ പ്രാർത്ഥനയില്ല, ഷിർക്കില്ല എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ, വളരെ ഏറ്റവും താഴെപ്പടയിലുള്ള ആൾ പോലും, സാധാരണക്കാരിൽ താഴെയുള്ളവർ പോലും മനസ്സിലാക്കുക അത് ചെയ്യൽ അനുവദനീയമാണ് എന്ന. അപ്പോൾ 2007 പറഞ്ഞിട്ടില്ലെങ്കിലും 2009 ഇസ്ലായിൽ എന്താ എഴുതിയത്? ഞാൻ ഹറാമാണെന്ന് പറഞ്ഞു എന്ന് സലാം സുല്ലമിക്ക് എവിടെ നിന്നാണ് എൻ്റെ മറുപടിയിൽ നിന്ന് കിട്ടിയത്? എന്തെങ്കിലും വിളിച്ചു പറയലാണോ മര്യാദ?
എന്ന് വെച്ചാൽ ഹറാമാണെന്ന് എനിക്ക് വാദമല്ല, അത് ജായിസാണ് എന്ന് തന്നെയാണ്. കാരണം അതല്ലാതെ വേറൊരു ഹുക്കും അതിന് യോജിച്ചുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ ഉള്ള വേറൊരു വാദം എന്താണെന്ന് വെച്ചാൽ, ബോംബെ സ്ട്രീറ്റിൽ ഇന്നലത്തെ പ്രസംഗത്തിൽ കേട്ടുന്ന 10,000-കണക്കിന് വേശ്യകളുണ്ട്. കാരണം ലൈംഗിക ബന്ധം നടത്തുകയാണല്ലോ. ആ ലൈംഗിക ബന്ധം ഹറാമാണ്. ആ വേശ്യകൾ ആ പ്രവൃത്തിയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി അത് നമ്മൾ ശിർക്ക് എന്ന് പറയാൻ പറ്റുമോ? അതാ ഇന്നലത്തെ. അത് ഹറാം എന്നേ പറയാൻ പറ്റുള്ളൂ, ഹറാം തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ വേറൊന്നുണ്ട്, ഇതതുപോലെയല്ലല്ലോ. ആ വേശ്യകളോട് പറഞ്ഞ മാതിരിയിലല്ലല്ലോ ഇത് സംഗതി. കാരണം ഹറാം തന്നെ, ശിർക്ക് വന്നാലും ശിർക്കും ഹറാം തന്നെ. അപ്പോൾ സംഗതി ശിർക്കാണോ ശിർക്കല്ലേ എന്നാണ്. ഈ ശിർക്ക് എന്ന് പറയുന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആ രീതിയിലല്ല ഇപ്പോൾ പറഞ്ഞ നേർക്ക് ജിന്നിനോട് സഹായം തേടാം എന്ന് പറയുമ്പോൾ അത് ശിർക്കാണ്. അതുകൊണ്ടാണ് ഈ കാര്യം പറയാൻ പോകുന്നത്. എന്നിട്ട് പഴയതൊക്കെ തേടിപ്പിടിക്കുക. ഏത്? ഉമർ മൗലവിൻ്റെ അത്. അപ്പോൾ ഈ തേടിപ്പിടിക്കലിൻ്റെ പിന്നിലുള്ള മനസ്സെന്താ? തേടിപ്പിടിച്ചത് എന്താണ്? അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഈ പഴയതൊക്കെ ഇങ്ങനെ തേടിപ്പിടിക്കുന്നുണ്ടല്ലോ, എന്താണ്? ഞങ്ങളുടെ വാദത്തിന് അനുകൂലമാണ് അത് എന്നല്ലേ? ഉമർ മൗലവി ഒരു കുട്ടിയെ കൊണ്ടൊരു മറുപടി എഴുതിച്ചു, അത്ര ഇമാം പാലത്ത്. അതിലുള്ള ഒരു വരി എടുത്തിട്ടാണ് ഇത് ചോദിക്കുന്നത്. ഉമർ മൗലവി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെയായിരിക്കും അദ്ദേഹം ഉണ്ടാവുക? ഉമർ മൗലവി ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ അത് തിരുത്തും. അതിനുശേഷം അദ്ദേഹം ഫാത്തിഹയുടെ തീരത്തെഴുതി. ഈ പറഞ്ഞ അൽ ഇസ്ലാഹിന് ശേഷം 41 കൊല്ലം മുമ്പുള്ള അന്നത്തെ ചിത്രം തന്നെ വേറെയാണ്. 41 കൊല്ലം മുമ്പ് നമുക്ക് ജിന്നിനെ വാതിലടക്കാൻ പാടില്ല എന്ന വാദമില്ല, ജിന്നിനെ അടിക്കണമെന്ന വാദമില്ല, പിന്നെ വെള്ളം ചിന്തുമ്പോൾ കരുതണമെന്ന വാദമില്ല. അടി നടന്നില്ലേ? 2 അടിക്കാരെ അടി നടത്തിയ 2 പേരുടെ കുടുംബാംഗങ്ങളെ, അതിന് വിധേയമായ കുടുംബാംഗങ്ങളെ ഞാൻ നേരിട്ട് സംസാരിച്ചു. സത്യമല്ലേ? നിഷേധിക്കാൻ കഴിയും? ഇങ്ങനെ ഒരു ലാത്തി ചാർജ് പരിപാടി അന്നില്ലല്ലോ. ആ സാഹചര്യത്തിൽ എഴുതി അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആ ഉമർ മൗലവി അതിന് ശേഷമാണ് 87-ലാണ് എന്തെഴുതുന്നത്, പിന്നെ ഈ ഫാത്തിഹയുടെ തീരത്ത്. കൊല്ലം വ്യത്യാസം ചിലപ്പം വിടും. ഏതായാലും ആ സംഭവത്തിന് ശേഷം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട്. ഇനി നോക്കൂ, KP എന്താ ഈ വിഷയത്തിൽ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? മലയാളത്തിൽ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതിയ 2 പേരാണ് ഉള്ളത്. ഒന്ന് KP മുഹമ്മദ് മൗലവി, 2 കുഞ്ഞീദ് മദനി. ഇവരാരും ഈ ഇബാദത്തുള്ളയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, മാത്രമല്ല വിമർശിക്കുകയാണ് ചെയ്തത്. KP പറഞ്ഞു, നോക്കൂ ഫമൻ അറാദ അഴുനൻ അൻ യഖൂല യാ ഇബാദല്ലാ അഈനുനി. ആർക്കെങ്കിലും വല്ല സഹായവും ആവശ്യമായി വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരോപിക്കപ്പെട്ട മറ്റൊരു ഹദീസാണിത്. സനദോ റാവിയോ ഇല്ലാത്ത ഹദീസ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ ജീവിച്ചിരിക്കുന്നവരെയാണോ മരിച്ചവരെയാണോ സഹായത്തിന് വിളിക്കണമെന്ന് ഇതിൽ വ്യക്തമാക്കുന്നില്ല. നോക്കൂ, KPയുടെ വരി. നബി സല്ലല്ലാഹുവിന്റെ മേൽ ആരോപിക്കപ്പെട്ട മറ്റൊരു ഹദീസാണിത്. സനദോ റാവിയോ ഇല്ലാത്ത ഹദീസ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ ജീവിച്ചിരിക്കുന്നവരെയാണോ മരിച്ചവരെയാണോ സഹായത്തിന് വിളിക്കേണ്ടതെന്ന് ഇതിൽ വ്യക്തമാക്കുന്നില്ല. എന്നിട്ട് അത് മരിച്ചവരോട് സഹായമാക്കുന്ന ദഹലാനെ വിമർശിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സംഗതി എടുത്തിട്ട് ജിന്നിനോട് സഹായം തേടൽ അനുവദനീയമാവും എന്ന് KP പറയുന്നില്ല. ഇത് അത്തവസുൽ എന്ന 987 അദ്ദേഹം എഴുതിയ പുസ്തകം. അപ്പോൾ ഇതിന് യാതൊരു തരത്തിലുള്ള സ്വീകരിക്കാൻ പറ്റിയ ചെറിയ ഒരു പഴുതുപോലും ഇതിലില്ല
എന്നാണ് KP പറഞ്ഞത്. അപ്പോൾ ഉമർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഉമർ മൗലവി ഇന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഫാത്തിഹയുടെ തീരത്ത് എന്ന് എഴുതിയതിലെ ആ വരികൾ എടുത്തിട്ട് തന്നെ അദ്ദേഹം ഈ വിഭാഗത്തെ എതിർക്കും എന്നാണ്. ഇനി സുന്നികൾ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ സ്ത്രീ ജുമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുത്തിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നില്ലേ? അതിൻ്റെ ഒരു ഭാഗം മാത്രമല്ലേ ആവുന്നുള്ളത്? എന്താണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്? സ്ത്രീ പള്ളിയിൽ പോകുന്നതിന് യാതൊരു തെളിവുമില്ല, ഇമാമിങ്ങളാരും അതിന് അനുകൂലമായി പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞുപോയി. പിന്നീട് നമ്മളുടെ പണ്ഡിതന്മാർ അത് സ്ത്രീ പള്ളിപ്രവേശം അനുവദനീയമാണെന്നും മാത്രമല്ല പുണ്യമുണ്ടെന്നുമൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിച്ചപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുകയും മരിക്കുന്നത് വരെ അദ്ദേഹം പല സ്ത്രീകൾ പങ്കെടുക്കുന്ന പല പള്ളികളിലും ഇമാമായി ഖത്തീബായി നിൽക്കുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഗതി അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുർബലമാണ്, തെളിവിന് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനങ്ങ് തള്ളുകയാണ് നമ്മൾ വേണ്ടത്. ഇന്ന് കുറേ ആളോട് ചോദിച്ചു നോക്കൂ, പല വ്യത്യാസക്കാരില്ലേ ഈ വേദിയിലുള്ള അല്ലെങ്കിൽ ഈ പക്ഷത്തുള്ള ആരോടെങ്കിലും ചോദിച്ചു, ഒരൊറ്റ ഉത്തരം എല്ലാവർക്കും. ജിന്നിനോട് സഹായം തേടാൻ പാടുണ്ടോ പാടില്ലേ, ഹറാമാണോ ഹറാം അല്ലേ ഷിർക്കാണോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാണ്. എന്നാൽ ഒരു കൂട്ടർക്ക് ഷിർക്ക് ആണ് എന്ന് പറയും, എന്നിട്ട് ആണ് അല്ല രണ്ടും കൂടി പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറൊരാൾ ജായിസ് എന്ന് പറയും. ഇതാണ് നമ്മൾ അവരുടെ തന്നെ ഉദ്ധരണികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി ഒരു പക്ഷം ചേരാതെ ചിന്തിച്ച് മനസ്സിലാക്കുക, അങ്ങനെ സത്യം ഗ്രഹിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത പ്രസംഗകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. വളരെ വ്യക്തമായ രീതിയിൽ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അദ്ദേഹം കടക്കും എന്ന് നമുക്കറിയാം. പ്രസംഗം ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.